നമസ്കാരം. ഓ ശ്രീ ഹരിനാമ കീർത്തനം 42-ാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഹരിനാമ കീർത്തനത്തിലെ 42-ാമത്തെ ശ്ലോകം. ത എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ശ്ലോകം. തങ്കം കുരംഗവുമെടുത്തിട്ടു പാതിയുടൽ ശംഖം രഥാംഗവുമെടുത്തിട്ടു പാതിയുടൽ ഏകാക്ഷരം തവഹി രൂപം നിനപ്പവന പോകുന്നു മോഹമതു നാരായണായ നമ. 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 ഓം നമോ നാരായണായ. തങ്കം കുരംഗവും എടുത്തിട്ടു പാതിയുടൽ. തങ്കു എന്ന് പറഞ്ഞാൽ മഴുവാണ്. കരംഗം മാനാണ്. മഴുവും മാനും ധരിക്കുന്നവൻ ശിവനാണല്ലോ. അപ്പോൾ പകുതി ശരീരം ശിവനാണ്. രഥാംഗം ചക്രമാണ്. ശംഖും ചക്രവും ധരിക്കുന്നവൻ വിഷ്ണുവാണല്ലോ. ശിവനും വിഷ്ണുവും ചേർന്ന രൂപം സാകാരമാണല്ലോ. സാകാരത്തിലൂടെ നിരാകാരത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ അജ്ഞാനം അറ്റുപോകും. ഏകാക്ഷരമാണ് ബ്രഹ്മത്തിൻ്റെ രൂപം. ഏകാക്ഷരമെന്നാൽ ഒരു നാശവുമില്ലാത്ത ഒരേ ഒരു സത്തയാണ്. ആ സത്തയാണ് അവിടുത്തെ രൂപം. ആ അക്ഷരപ്രണവം കൊണ്ട് അറിയപ്പെടുന്ന ഓം ബ്രഹ്മത്തിൻ്റെ നാദരൂപവും നാമരൂപവും എല്ലാം ആണ്. പരബ്രഹ്മത്തെ കുറിക്കാൻ പറ്റിയ ഒരേ ഒരു ധ്വനി ഓമല്ലാതെ വേറെയില്ല. അതിലെല്ലാം ആ ഉ മ എന്ന മൂന്നക്ഷരവും മുൻപിലും പിൻപിലും നിൽക്കുന്ന നിശബ്ദത എന്നിങ്ങനെ 4 ഭാവങ്ങൾ ഓങ്കാരത്തിലുണ്ട്. അവ ജാഗ്രത്തും സ്വപ്നവും സുഷുപ്തിയും തുരീയവുമെന്ന പോലെ കാര്യമായ സ്ഥൂലപ്രപഞ്ചവും സൂക്ഷ്മപ്രപഞ്ചവുമാണ്. സ്ഥൂലത്തിൽ നിന്നു തുടങ്ങി സൂക്ഷ്മതമമായ നിർഗുണാവസ്ഥയെ കുറിക്കാൻ ഇതിലും പറ്റിയ ഒരു ശബ്ദം വേറെ കണ്ടെത്താനാവില്ല. മഴു മായയെ ഛേദിക്കുന്ന ഉപകരണമാണ്. മാൻ അന്വേഷിക്കപ്പെടുന്ന വസ്തുവാണ്. മൃഗശബ്ദത്തിൻ്റെ യോഗാർത്ഥം ഇവിടെ ഓർക്കേണ്ടതുണ്ട്. സത്യത്തിലെത്താൻ വികൽപ്പത്തെ ഛേദിച്ചേ പറ്റൂ. സത്തയും അതിനെ സാക്ഷാത്കരിക്കാനുള്ള സാധനയുമാണ് തങ്കും കുരംഗവും എന്ന് ഓർമ്മിക്കണം. ശംഖം നാദബ്രഹ്മത്തിൻ്റെ പര്യായമാണ്. ചക്രം പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതവും. അപ്പോൾ സൂക്ഷ്മം സ്ഥൂലമായും സ്ഥൂലം സൂക്ഷ്മമായും പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ലൗകികാനുഭവത്തിൻ്റെ ചിഹ്നങ്ങളാണ്
മായാബദ്ധമായി സ്ഥൂല സൂക്ഷ്മങ്ങളെ കുറിക്കുന്ന നമ്മുടെ ബോധത്തിൻ്റെ പരിണാമം. നമ്മുടെ ബോധത്തിൻ്റെ പരിണാമത്തെ വിഷ്ണുവും സാധന കൊണ്ട് ആ പരിണാമ സ്വഭാവം വിട്ട് യഥാർത്ഥ സത്തയായിത്തീരുന്ന അവസ്ഥ ശിവനും കുറിക്കുന്നു. ആധ്യാത്മിക ലൗകിക ജീവിതങ്ങളുടെ ഏകീകരണമാണ് ശിവനും വിഷ്ണുവും ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നത്. അനുപ്രസ്ഥവും ഉപരിതനവുമായ അവസ്ഥകൾ രണ്ടല്ലെന്നുള്ള തത്വം ഈ ശ്ലോകം പ്രകാശിപ്പിക്കുന്നു. 42ാമത്തെ ശ്ലോകം ഒന്നുകൂടി പാരായണം ചെയ്യാം. ടങ്കം കുരംഗവുമെടുത്തിട്ടുപാതിയുടൽ ശംഖം രഥാംഗവുമെടുത്തിട്ടുപാതിയുടൽ ഏകാക്ഷരം തവഹിരൂപം നിനപ്പവന പോകുന്നു മോഹമതു നാരായണായ നമ. 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 ലോകാ സമസ്ത സുഖിനോ ഭവന്തു.